ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്നിട്ടുള്ള LDC എക്സാമിന്റെ, അതായത് കോഴിക്കോട് കോട്ടയത്തിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എല്ലാവർക്കും എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു, ഇംഗ്ലീഷ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഓക്കെ, അതിലെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ, ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇസ് ഗോയിങ് ഓൺ ഫീൽഡ് ട്രിപ്പ് ടുമോറോ. ഓക്കെ, ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, അവിടെ ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ സിംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ സിംഗുലർ വെർബ് യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അടുത്ത് നോക്കാം, ഷീ ആൻഡ് ഹെർ ബ്രദർ ഗോസ് ടു ദ ജിം എവറി ഈവനിങ്. അപ്പൊ ഇവിടെ രണ്ടുപേര് തമ്മിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്ലൂരൽ വെർബ് വേണം യൂസ് ചെയ്യാൻ. ഗോസ് എന്നല്ല പറയാ, ഗോ എന്ന് വേണം പറയാൻ അല്ലെ. ഓക്കെ, അപ്പൊ അത് തെറ്റായിട്ടുള്ളതാണ്. ദ കാർ പാർക്ക്ഡ് ഇൻ ദി ഡ്രൈവേ ആർ മൈ പാരന്റ്സ്. ഓക്കെ, ആ കാറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലൂരൽ ആയിട്ടുള്ള ആർ യൂസ് ചെയ്യാൻ പാടില്ല, സിംഗുലർ ആയിട്ടുള്ള എസ് വേണം യൂസ് ചെയ്യാൻ അല്ലെ. അപ്പൊ ഇതും തെറ്റായിട്ടുള്ള ആൻസർ ആണ്. മൈ കളക്ഷൻ ഓഫ് ബുക്സ് ഇസ് ഇൻക്രീസിങ് എവറി മന്ത്. ഓക്കെ, അപ്പൊ ഇതും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് അല്ലെ. കാരണം മൈ കളക്ഷൻ, എന്റെ കളക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ കളക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഇതിൽ PSC എന്താണ് ആൻസർ ആയിട്ട് കൊടുക്കണേന്നുള്ളത് അറിയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് പങ്ക്ച്വേഷൻ ഫോർ ദി ഫോളോയിങ് സെന്റൻസ്. ഷീ ഓപ്പൺ ദി ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് എ സർപ്രൈസ്. ഇതിന്റെ കറക്റ്റ് പങ്ക്ച്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ഓപ്ഷൻ എ, ഷീ ഓപ്പൺ ദി ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ്, അത് കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട്, ഡബിൾ കോഡ്സിൽ വാട്ട് എ സർപ്രൈസ് കഴിഞ്ഞിട്ട് എക്സ്ക്ലമേറ്ററി മാർക്കും ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി സെന്റൻസ് ദാറ്റ് യൂസസ് ദി കറക്റ്റ് ഫോം ഓഫ് ദി വെർബ് ടു ബി ഇൻ ദി പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിലാണ് നോക്കേണ്ടത്. അപ്പൊ യെസ്റ്റർഡേ ഷീ റൺ ടു ദ സ്റ്റോർ ടു ബൈ സം മിൽക്ക്. ഷീ റൺ അല്ലെ, യെസ്റ്റർഡേ ആണ്. അപ്പൊ എന്തായാലും അത് തെറ്റാണ്. പാസ്റ്റ് ടെൻസ് നമ്മൾ നോക്കണം. ദേ ഹാസ് ബീൻ, ദേ ഹാവ് ബീൻ എന്നേ പറയുള്ളൂ. അതേപോലെ തന്നെ പാസ്റ്റ് ടെൻസ് വേണം നമ്മൾ പറയാൻ. അപ്പൊ ഇതും തെറ്റാണ്. ഹി വേർ പ്ലേയിങ് എന്ന് പറയില്ല അല്ലെ, ഹി വാസ് പ്ലേയിങ് എന്നേ പറയുള്ളൂ. അതും തെറ്റാണ്. വി വേർ ഓൾ വെരി ടയേർഡ് ആഫ്റ്റർ ദ ലോങ് ഹൈക്ക് യെസ്റ്റർഡേ. അത് കറക്റ്റ് ആണ് അല്ലെ, പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് എ മോഡൽ വെർബ്. ഞാനിത് ക്ലാസ് എടുത്തപ്പോൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് മോഡൽ ഓക്സിലറി വെർബിന് ശേഷം എപ്പോഴും ബേസ് ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യും. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് തന്നെയാണ് ഇപ്പൊ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഐ ക്യാൻ വെന്റ് എന്നല്ല പറയാ, ഐ ക്യാൻ ഗോ എന്ന് പറയും അല്ലെ. മോഡൽ ഓക്സിലറി വെർബിന് ശേഷം എന്ത് യൂസ് ചെയ്യണം? ബേസ് ഫോം. അപ്പൊ വെന്റ് എന്ന് പറയുന്നത് V2 ഫോം ആണ്, തെറ്റാണ്. യു മസ്റ്റ് ടു ഫിനിഷ്, അപ്പൊ മസ്റ്റിന് ശേഷം ടു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ, ബേസ് ഫോം യൂസ് ചെയ്യണം. അതും തെറ്റാണ്. മൈറ്റിന് ശേഷം ഇവിടെ ക്യാൻ വന്നിട്ടുണ്ട്, അതും തെറ്റാണ്. ഷുഡിന് ശേഷം V1 ഫോം ആയിട്ടുള്ള ബ്രിങ് വന്നിട്ടുണ്ട്, അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. സോ നമ്മുടെ ആൻസർ 84ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് ഫ്രം ഡയറക്ട് ടു ഇൻഡയറക്ട് സ്പീച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡയറക്ട് സ്പീച്ചിൽ ദ ടീച്ചർ സെഡ് അല്ലെ, റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ദ എക്സാം വിൽ ബി ഹെൽഡ് ദ നെക്സ്റ്റ് വീക്ക്. അപ്പോ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വിൽ എന്നുള്ളത് എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ ബിയിൽ മാത്രമാണ് വുഡ് ആയിട്ടുള്ളത്. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എക്സാം വുഡ് ബി ഹെൽഡ് ദി നെക്സ്റ്റ് വീക്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഇസ് എ സിനോണിം ഫോർ എബണ്ടന്റ്? എബണ്ടന്റ് എന്ന് പറഞ്ഞാൽ ധാരാളം അല്ലെ. അപ്പൊ പ്ലെന്റിഫുൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം അതിന്റെ ആന്റണിയം ആയിട്ട് വരുന്ന വാക്കുകളാണ് വരുന്നത്. അടുത്തത്, ബെസ്റ്റ് ആന്റണിം ഫോർ മൈസർലി. മൈസർലിയുടെ സ്പെല്ലിംഗ് MISERLY ആണ്. ഇവിടെ MY ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ മൈസർലി എന്ന് പറഞ്ഞാൽ പിശുക്കുള്ള എന്നുള്ളൊരു മീനിങ് ആണ്. അതിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. അത് വളരെ ജനറസ് ആയിട്ടുള്ള, ഓക്കെ, ജനറസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ജനറസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, വളരെ ഉദാരമായിട്ടുള്ള, മഹാമനസ്കതയുള്ള എന്നൊക്കെ പറയില്ലേ, അതാണ് ജനറസ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദി വേർഡ് ദാറ്റ് മീൻസ് ദി ഓപ്പോസിറ്റ് ഓഫ് ഹാർമണിയസ്. ഹാർമണിയസ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ആണ്, എല്ലാവരുമായിട്ട് നല്ല യോജിപ്പുള്ള എന്നൊക്കെ ഒരു മീനിങ് വരുന്ന ഒരു വാക്കാണ് ഹാർമണിയസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ അതിന്റെ ആൻസർ വരുന്നത് ഡിസ്കോർഡന്റ് ആണ്. ഡിസ്കോർഡന്റ് എന്ന് പറഞ്ഞാൽ യോജിപ്പില്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വാക്കാണ് ഡിസ്കോർഡന്റ് കേട്ടോ. ഇനി അതേപോലെ തന്നെ മെലഡിയസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. കോൺകോർഡന്റ് എന്താ? എഗ്രിമെന്റ് ആണ് അല്ലെ, നമ്മുടെ കോൺകോഡ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ എഗ്രിമെന്റ് ആണ്. കോൺഗ്രുവസിന്റെ സ്പെല്ലിംഗിൽ വ്യത്യാസമുണ്ട്. കോൺഗ്രുവസ് എന്ന് പറഞ്ഞാലും യോജിപ്പുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി വേർഡ് ദാറ്റ് ഇസ് മോർ സിമിലർ ഇൻ മീനിങ് ടു എഫേമറൽ. എഫേമറൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താ? ഷോർട്ട് ലിവ്ഡ് ആണ് അല്ലെ, കുറച്ചു നേരം അല്ലെങ്കിൽ ഒരു ചെറിയ നിമിഷം മാത്രം നിൽക്കുന്ന
എന്നൊക്കെ ഒരു മീനിങ് ഉള്ള ഒരു വാക്കാണ് എഫേമറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സിമിലർ മീനിങ് ആയിട്ട് വരുന്നത് ദാറ്റ് ഇസ് ടെമ്പററി ആണ്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ടെമ്പററി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. കുറച്ചു നേരം മാത്രം നിൽക്കുന്ന. ഫൈൻഡ് ദി വൺ വേർഡ് ഫോർ ദി എക്സ്പ്രഷൻ ക്രേസ് ഫോർ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിനോടുള്ള ക്രേസ്. ആ പേരിൽ തന്നെ കിട്ടേണ്ടതാണ് ഫ്ലവർ. ഫ്ലോറിമാനിയ. എന്താണ് ഫ്ലോറിമാനിയ? ഐഡലോമാനിയ എന്ന് പറഞ്ഞാൽ ഐഡിൽസിനോടുള്ള ഒരു ഭ്രമം, അതിനെയാണ് ഐഡലോമാനിയ എന്ന് പറയുന്നത് കേട്ടോ. വിഗ്രഹങ്ങളോടുള്ള ഒരു മാനിയാണ്. ഹൈപ്പർ മാനിയ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സ്റ്റേറ്റ് ഓഫ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. ഹൈപ്പർ ആവാന്നൊക്കെ പറയില്ലേ, ഹൈപ്പർ മാനിയ. ക്ലെപ്റ്റോമാനിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, എവിടെ പോയാലും മോഷ്ടിക്കാനുള്ള ഒരു താല്പര്യം, അതിനെയാണ് നമ്മൾ പറയുന്നത് ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. ഇതിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള സിനോണിംസും ആന്റണിംസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ പിന്നീട് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആൻസർ കിട്ടേണ്ടതായിട്ട് തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.